ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അക്വേറിയം പമ്പ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് രണ്ട് സീരീസിലുള്ളതുണ്ട്. ഇത് R3 380 എന്നും രണ്ടാമത്തത് R3 580 എന്നും. ഇതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് എത്രമാത്രം ഒരു മണിക്കൂറിൽ വെള്ളം മുകളിലേക്ക് പമ്പ് ചെയ്യാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചാണ് ഇതിൻ്റെ സീരീസ് തീരുമാനിക്കുന്നത്. ഇതിന് ഏകദേശം മാർക്കറ്റിൽ 250 തൊട്ട് മുകളിലേക്കാണ് വില. ഇതിൻ്റെ പ്രധാനമായിട്ട് ഇത് രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ടോപ്പിലുള്ള ഫിൽറ്ററുള്ള, അതായത് സാധാരണ അക്വേറിയത്തിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തേക്കുന്ന ഫിൽറ്ററിലേക്ക് അക്വേറിയത്തിനകത്തുനിന്ന് വെള്ളം വലിച്ച് മുകളിലേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഇത് സാധാരണ ഉപയോഗിക്കുന്നത്. രണ്ടാമത് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്ന് എയർ വലിച്ച് അക്വേറിയത്തിനകത്തേക്കും ഇത് കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ സൈഡിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്ന അക്വേറിയത്തിൻ്റെ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് ഇതെങ്ങനെയാണ് ഇതിൻ്റെ അകത്തെ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ മോട്ടർ, അതായത് പമ്പ് ഇതിൻ്റെ പ്രവർത്തിക്കുന്നത്. ഇത് കൂടാതെ ഇതിൻ്റെ താഴോട്ട് കൊടുക്കാനുള്ള പൈപ്പുകൾ, പിന്നെ നമ്മുടെ എയർ വാൽവിൻ്റെ മോട്ടറൊക്കെ നമ്മുടെ കണക്ട് ചെയ്ത എയർ വാൽവ് പോലെ അടിയിൽ നിന്ന്, അതായത് ഈ അക്വേറിയത്തിനകത്തുനിന്ന് വേസ്റ്റ് ഒന്നും മുകളിൽ കയറാതിരിക്കാൻ വേണ്ടി ചെറിയ ഫിൽറ്റർ, പിന്നെ ഇതിൻ്റെ അടപ്പ്, പിന്നെ ഇത് നമുക്ക് എയർ പുറത്തുനിന്ന് വലിച്ച് അക്വേറിയത്തിനകത്തോട്ട് കൊടുക്കുന്ന ഒരു ട്യൂബിങ്. ഇത് നമുക്ക് നോക്കാം എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. കാണാൻ പറ്റും, അതിൻ്റെ അറ്റത്ത് ഒരു ചെറിയ കണക്ടറുണ്ട്. നമ്മളിത് പിടിപ്പിച്ചു, എന്നിട്ട് കണക്ടർ കൊണ്ട് നമ്മളൊന്ന് ടൈറ്റ് ചെയ്യുകയാണ്. നമ്മൾ ടൈറ്റ് ചെയ്തു. ഇനി നമ്മൾ പമ്പ് എടുത്തു. പമ്പിൻ്റെ അടിയിലോട്ട് ഒരു ചെറിയ കണക്ടറുണ്ട്, അത് നമ്മൾ കണക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം പിടിപ്പിച്ച ട്യൂബിങ് കൂടെ ടൈറ്റ് ചെയ്തു. നമ്മളിപ്പം ടൈറ്റ് ചെയ്ത് കാണാൻ പറ്റും. നമുക്ക് ഇത് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതും കൂടിയാണ്. എന്ന് പറയുന്നത് നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഇതിൻ്റെ അറ്റത്തെ മുകളിൽ നമ്മൾ ഇതുപോലത്തെ വാൽവും കൂടെ കാണാൻ പറ്റും. ഇതിപ്പോൾ ഇങ്ങനെ ശരിയായി. നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതാണ് നമ്മൾ ഇതിൽ നിന്നാണ് നമ്മൾ ഇതിൻ്റെ ടോപ്പ് ഫിൽറ്ററിലേക്ക്, അതായത് അക്വേറിയത്തിൻ്റെ മുകളിലുള്ള ഫിൽറ്ററിലേക്ക് നമ്മളിത് കണക്ട് ചെയ്യുന്നത്. ഇത് എയറിന് വേണ്ടിയുള്ള ഒരു ഫിറ്റിങ്. അതിലോട്ട് മുകളിലോട്ടോ വേണോ താഴോട്ടോ ഇങ്ങോട്ടോ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതിലോട്ട് നമ്മൾ ഈ ട്യൂബിങ്, നമുക്കിതിൻ്റെ ട്യൂബിങ് കൂടെ തന്നിട്ടുണ്ട്. ആ ട്യൂബിങ് നമ്മളിങ്ങനെ ഇതിലോട്ട് കണക്ട് ചെയ്യുകയാണ്. കാണാൻ പറ്റും, നമ്മളിങ്ങനെ കണക്ട് ചെയ്തു. ടൈറ്റായിട്ട് അങ്ങ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഇത് സെറ്റായി. ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ അറ്റത്ത് ചെറിയൊരു ഇതോടെ കണക്ടറോടെ ഒരു നമുക്കിങ്ങനെ ഒന്ന് ഞെക്കി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയി. ഇങ്ങനെ ഇരിക്കും. ഇതാണ് വാട്ടർ പമ്പ്. നമ്മൾ അതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ നിങ്ങളെ കാണിച്ചായിരുന്നു. ഇങ്ങനെയാണ് അത് അക്വേറിയത്തിലേക്ക് സെറ്റ് ചെയ്യുന്നത്. വെള്ളത്തിൽ നിന്ന് ഒരു ഇച്ചിരി പൊങ്ങി നിന്ന് അത് എയറും ആവശ്യമനുസരിച്ചുള്ള അന്തരീക്ഷ ഓക്സിജനും എയർ വെള്ളത്തിലേക്ക് അക്വേറിയത്തിലേക്ക് വരുന്നത് കൂടാതെ നമുക്കിതുപോലെ സെറ്റ് ചെയ്യാം. ഇതിൽ നിന്ന് നേരെ നമ്മുടെ ഔട്ട്സൈഡ് വെച്ചേക്കുന്ന ഫിൽറ്ററിലേക്ക് പോകും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.